ഇന്ത്യയിൽ നിന്നുള്ള വിദേശ പ്രതിനിധി സംഘം എംപിമാരുടെ സംഘം യാത്ര തിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ പോകുന്നതെന്ന് ശശി തരൂർ അടങ്ങിയ നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമാണ്. പക്ഷെ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ലേ? ഈ തുർക്കി ഞങ്ങൾക്ക് എതിരാണ് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സഹായിച്ചില്ല എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? ശരി, അതാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ അതിർത്തി വിടുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതായത് ഈ തുർക്കിക്ക് 10 കോടി രൂപ കേരള സർക്കാർ സഹായം നൽകി. അതായത് 2023 ഭൂകമ്പത്തിൽ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്താണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ച അൽഖയ്ദയുടെ ലാദൻ സർജിക്കൽ സ്ട്രൈക്കിലൂടെ അമേരിക്ക വകവരുത്തിയത് പാക് മണ്ണിലാണ്. അപ്പോൾ ആ മണ്ണിൽ നിന്നുള്ള ഭീകരവാദം അതിർത്തി വിടുമ്പോൾ അത് ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ തരൂരും സംഘവും അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളെ തരൂരിന് അഭിമുഖീകരിക്കേണ്ടി വരും. ഈ വിദേശത്ത് രാഷ്ട്രീയം കളിക്കാനുള്ള ഇതല്ല എന്ന നിലപാടിലാണ് ശശി തരൂർ നിൽക്കുന്നത്. അതായത് ഇന്ത്യയുടെ നിലപാട് ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതോടെ ഇന്ത്യക്ക് അകത്ത് വ്യത്യസ്തമായ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊന്നും ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇതുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നുള്ള നിലപാടാണ് ശശി തരൂർ സ്വീകരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്നത് തുറന്നു കാട്ടുമെന്നും ശശി തരൂർ പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ അവരിപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ തിരിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ ഇന്ത്യ പ്രതിനിധികളുടെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പ്രതിനിധികളുടെ സംഘത്തെ അയക്കുന്നത് ഒരു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ ലോകരാജ്യങ്ങളെ അറിയിക്കാനുള്ളൊരു ദൗത്യം കൂടിയാണ്. അതായത് NCP ശരത് പവാർ ഘടകത്തിൻ്റെ MP സുപ്രിയ സുലെ അധ്യക്ഷയായ സംഘം ദക്ഷിണാഫ്രിക്ക, ഖത്തർ, ഈജിപ്റ്റ്, എത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. മുൻ വിദേശകാര്യമന്ത്രിയായ V മുരളീധരനും സംഘത്തിലുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം പുറപ്പെട്ട BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹ്റിനിലെത്തും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ UAE പര്യടനം പൂർത്തിയായിട്ടുണ്ട്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യൻ പര്യടനം ഇന്ന് പൂർത്തിയാക്കും. ഏതായാലും ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. 9 പേർ അടങ്ങുന്നതാണ് സംഘം. US, ബ്രസീൽ, ഗയാന, കൊളംബിയ ഉൾപ്പെടെ സംഘം സന്ദർശിക്കും. ആദ്യം അമേരിക്കയിലാണ് എത്തുന്നത്. അവിടെ 9/11 മെമ്മോറിയൽ സംഘം സന്ദർശിക്കും. ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ നിലപാട് വിശദീകരിക്കാൻ കൂടിയാണ് ഇത്. പനാമയും കൊളംബിയയും ബ്രസീലും സന്ദർശിച്ച ഇന്ത്യൻ സംഘം പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചെത്തും. വാഷിങ്ടൺ DC നിർണായക ചർച്ചകൾ നടക്കും. 2011 സെപ്റ്റംബർ 11 അതാണ് 9/11 9/11. അപ്പോൾ 2011 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ അൽഖയ്ദ ആക്രമിച്ചത്. അതിന് നേതൃത്വം നൽകിയ ഒസാമ ബിൻ ലാദനെ അമേരിക്ക വകവരുത്തിയത് പാകിസ്ഥാനിലെ തീവ്രവാദമാണ് പഹൽഗാമിലെ നിരപരാധികളുടെ ജീവൻ എടുത്തത്. ഇത് ഓർമ്മിപ്പിക്കാനാണ് തരൂരും സംഘവും 9/11 മെമ്മോറിയൽ സന്ദർശിക്കുന്നത്. ഏതായാലും വിവിധ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്ന സംഘത്തിനാണ് ശശി തരൂർ നേതൃത്വം നൽകുന്നത്. ഭീകരവാദികൾ ഇന്ത്യയിൽ കടന്നെത്തി ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വ്യക്തതയോടെ വിശദീകരിക്കുമെന്ന് ശശി തരൂർ പറഞ്ഞു. ഭീകരവാദം കൊണ്ട് നമ്മുടെ രാജ്യത്തെ നിശബ്ദമാക്കാൻ സാധിക്കില്ലെന്നും ലോകത്തെ അത് ബോധ്യപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദൗത്യമാണ്. സമാധാനം, ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങി ലോകത്ത് നിലനിൽക്കേണ്ടതായ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെത്തുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് US നിലപാട് മാറ്റുന്നതിന് സമ്മർദ്ദം ചെലുത്താൻ തരൂർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സുപ്രധാന ചോദ്യങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്തുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് വിദേശങ്ങളോട് വിശദീകരിക്കാൻ നിയോഗിച്ച നയതന്ത്ര സംഘത്തിൽ ഡോക്ടർ ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് തുടക്കത്തിൽ വലിയ വിവാദമായിരുന്നു. പിന്നീട് ഇപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള സംഭവങ്ങളിൽ തരൂർ എടുത്ത നിലപാടിനെ തുടർന്ന് ഇപ്പോൾ മൗനം പാലിക്കുകയാണെങ്കിലും തരൂർ ഇവരുടെ കണ്ണിലെ കരടാണ്. ഇതിനിടെ കേരള സർക്കാരിനെ വിമർശിച്ചാണ് ശശി തരൂർ രംഗത്ത് വന്നത്. 2023 ഭൂകമ്പത്തിൽ തുർക്കിക്ക് 10 കോടി സഹായം നൽകിയ കേരള സർക്കാരിനെ അദ്ദേഹം വിമർശിച്ചുകൊണ്ട് എക്സ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം തുർക്കിയുടെ പെരുമാറ്റം കണ്ട കേരള സർക്കാർ തെറ്റായ മഹാമനസ്കതയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാടൻ ജനതയെപ്പോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആ തുക ഉപയോഗിക്കാമായിരുന്നു എന്നാണ് ശശി തരൂരിൻ്റെ പോസ്റ്റ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി പിന്തുണച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിമർശനം രംഗത്ത് വരുന്നത്. 2023 തുർക്കിക്ക് 10 കോടി രൂപ കേരള സർക്കാർ ധനസഹായം നൽകിയത് അവിടുത്തെ ഭൂകമ്പത്തെ തുടർന്ന്.
അതായത് NDTVയുടെ വാർത്തയും തരൂർ പങ്കുവച്ചിട്ടുണ്ട്. അന്നത്തെ വാർത്ത 2023 ഫെബ്രുവരി 8 ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലാണ് തുർക്കിക്ക് 10 കോടി രൂപ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. ലോകബോധത്തെ ഞെട്ടിച്ച തുർക്കിയിലെ ഭൂകമ്പം 10,000-കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ നിരാലംബരാക്കുകയും ചെയ്തുവെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി KN ബാലഗോപാലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും ഇനി ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വന്നാൽ എന്ത് എന്നുള്ള ഒരു ഇത് അവശേഷിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് തിരിച്ച് കയറാൻ പറ്റുമോ? അതുപോലെ തന്നെ ലോകരാജ്യങ്ങളെ വിശദീകരിക്കുമ്പോൾ നിരവധി കടമ്പകളുണ്ട്. പലരും തുറന്നു ചോദിക്കും. അതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യകത കൂടിയുണ്ട് തരൂരിനെ സംബന്ധിച്ചിടത്തോളം. തരൂര് ഇപ്പോൾ ഒരു ഡിലമയിലാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങോട്ട് പോകണം? ഇപ്പോൾ എടുക്കുന്ന നിലപാട് അത് ഇന്ത്യക്ക് അനുകൂലമാണ്, പക്ഷേ കോൺഗ്രസ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവസാനം BJPയിലേക്ക് തന്നെ ചെല്ലേണ്ടി വരുമോ? BJP ചെല്ലുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളൊന്നുമല്ല തരൂര്. തരൂരിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരൂര് ഒരു ക്ലിയർ സ്റ്റാൻഡുള്ള ആളാണ്. അതായത് തൻ്റെ നിലപാട് എവിടെയായാലും പറയുന്ന ഒരാളാണ്. പക്ഷെ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഫ്ലെക്സിബിൾ അല്ല. BJPയിൽ വന്നിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യയെ വിമർശിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു ദേശീയതയുടെ ഒരു നിലപാടുള്ള മനുഷ്യനാണ്. കാരണം കോൺഗ്രസിനെക്കാളും വകുതിരിവുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഹിന്ദു വിരുദ്ധത എവിടെയെങ്കിലും എടുത്തിട്ടാൽ അത് തരൂരിനെ വലിയതായിട്ട് മതി. കോൺഗ്രസിൽ നിന്ന് ഹിന്ദു വിരുദ്ധത പറയുന്ന പോലെയല്ല BJPയിൽ വന്നത് പറയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വൈകാരികമായ ബന്ധമുള്ള ഒരു സംഘടനയാണ് BJP RSS എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഘടന ഒരിക്കലും ആ ഒരു നിലപാടെടുക്കില്ല. അങ്ങനെ വരുമ്പോൾ ഹിന്ദു വിമർശനമാകാം, അതായത് ഹിന്ദു മതത്തിനെ കാര്യങ്ങളൊക്കെ പറയാം, ചർച്ച ചെയ്യാം. പക്ഷേ ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുന്നത് പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് ഷർട്ട് ചർച്ച ഈ പറയുന്ന ഹിന്ദു മതത്തിലെ സന്യാസിമാരടക്കം പറഞ്ഞു ഷർട്ട് എടുത്തുകൊണ്ട് കയറാം, എന്താ കുഴപ്പം എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും മറ്റ് കക്ഷികൾ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതല്ല. അവിടെ ഹിന്ദു വിരുദ്ധതയുണ്ട്. തരൂർ എപ്പോഴെങ്കിലും ഹിന്ദു വിരുദ്ധത എടുത്തിടുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകും. ഹിന്ദുത്വയോടൊപ്പം തന്നെ നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കേണ്ടി വരും. അങ്ങനെ അല്ലാത്ത പക്ഷം തരൂരിൻ്റെ രാഷ്ട്രീയത്തിൽ അത് പ്രശ്നം വരും. പക്ഷേ ഇതുവരെയുള്ള തരൂരിൻ്റെ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ BJPക്ക് സ്വീകാര്യനാണ്. BJPയിലെത്തിയാൽ തന്നെ വലിയ മാറ്റങ്ങളും വലിയ സ്ഥാനങ്ങളും നമ്മുടെ ഇടയ്ക്ക് മുമ്പ് ചർച്ച ചെയ്ത പോലെ ഉപരാഷ്ട്രപതി സ്ഥാനം വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് തരൂരിന് എന്നുള്ളതാണ്. തരൂർ ഒരു നിർണായക പോയിൻ്റായിട്ടെങ്കിൽ BJPക്കകത്ത് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഒരു പക്ഷേ ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരെ ഉയർത്തിക്കാണിക്കാം. BJPയിലേക്ക് വന്നു BJPയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് എന്തുകൊണ്ട് തരൂരിനെ പരിഗണിച്ചുകൂടാ? രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയെ നയിക്കട്ടെ, ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകട്ടെ, BJPക്ക് സ്വീകാര്യനാണ് അദ്ദേഹം. ആ നിലയിൽ വരെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ വേറൊരു കാര്യം അവിടെ ഉണ്ട്. വർഷങ്ങളായി വിറകും വെട്ടി വെള്ളം കോരിയ ടീമുകൾ ഇവിടെ ഉണ്ട്. അവർ സമ്മതിക്കുമോ? അല്ല, BJPക്ക് നമ്മൾ പറയുന്നത് BJP ഈ അധ്വാനിച്ച് ഈ രീതിയിൽ കൊണ്ടുവന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ BJPക്ക് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ആത്യന്തികമായിട്ട് ഈ ഊർജം നൽകുന്നത് സംഘമാണ്. സംഘത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു സ്വയംസേവകനായിട്ടുള്ള ആളാണെങ്കിൽ ഈ പറയുന്ന സ്വാർത്ഥമായ താല്പര്യങ്ങളോ ഇല്ലെങ്കിൽ എൻ്റെ സ്ഥാനമാനമോ എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ സംഘടനയുടെ സംഘത്തിൻ്റെ ഉയർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ BJPയുടെ ആ കേഡർ സംവിധാനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കാമല്ലോ. മന്ത്രിമാരായിട്ട് ഇരുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരെങ്കിലും വേണ്ടാന്ന് പറയും. ഈ പറയുന്ന V മുരളി തന്നെ അടക്കം മന്ത്രിയാക്കിയാൽ പോരെ, സംസ്ഥാന മന്ത്രിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അവർക്ക് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഈ പറയുന്ന BJPയിൽ ഇതുവരെയുള്ളവർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പരിഗണനയും സ്ഥാനവും BJP കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന അനുയോജ്യമായിട്ടുള്ള ഒരാളിനെ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് ഉയർത്തി കാണിച്ചാൽ പോലും ഒരു തെറ്റും ഉണ്ടാകില്ല. BJPക്ക് അത് വലിയ ഗുണം തന്നെയാവും ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.